തകർന്നവർക്ക് സൗഖ്യവും ബദ്ധന്മാർക്ക് വിടുതലും. പ്രയർ ആൻഡ് പവർ മിനിസ്ട്രീസ് ഒരുക്കുന്ന വേർഡ് ആൻഡ് പവർ എന്ന ഈ ആത്മീക ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ദീർഘവർഷങ്ങളായി കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വചനപ്രഘോഷണം ചെയ്തു വരുന്ന കർത്തൃദാസൻ ഡോക്ടർ ജോർജ് വർഗീസ് നിങ്ങൾക്കായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ഈ വചന കേൾവി ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വീണ്ടും ദൈവത്തിന്റെ വചനവുമായി നിങ്ങളോടൊന്നിച്ചായിരിക്കാൻ ദൈവം അനുവാദം തരുന്ന ദൈവപൂർവ്വം ദൈവത്തെ സ്തുതിക്കുന്നു. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ കൂടെ അനേകരെ ദൈവവചനം കേട്ട് അനുഗ്രഹിക്കപ്പെടുന്നു. അനേകരെ പ്രാർത്ഥനയിൽ കൂടെ വിടുതൽ പ്രാപിക്കുന്നു. എല്ലാവരിനായും ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ദൈവവചനം കേട്ട് സന്തോഷത്തോടെ വിളിക്കുന്നവരും പ്രാർത്ഥനയ്ക്കായി വിളിച്ചിരിക്കുന്നവരുമുണ്ട്. എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവരുടെ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ദൈവം അവർക്ക് വിടുതൽ കൊടുക്കുന്നു എന്നുള്ള മറുപടി ലഭിക്കുന്നത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമാണ്. തുടർന്ന് നിങ്ങൾക്ക് വിളിക്കാം. ഒരു പ്രാവശ്യം വിളിച്ച് കിട്ടിയില്ലെങ്കിൽ നിരാശപ്പെടരുത്, വീണ്ടും വിളിക്കാം. ഞങ്ങളെ വിളിക്കുന്നവരാരും നിരാശപ്പെടരുത്. അതുകൊണ്ട് ഒരു മിസ് കോൾ ആണെങ്കിൽ തന്നെ അതിനകത്ത് അവരെ വിളിച്ച് വേണ്ട മറുപടി കൊടുക്കാനായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഉണ്ടാരും നിരാശപ്പെടരുത്. ദൈവത്തിന് സ്തോത്രം. അത്യാവശ്യം ദൈവം മാത്രമാണ് എൻ്റെ പ്രശ്നത്തിന് പരിഹാരം എന്ന് ഉള്ളവരെ വിളിക്കാവും. അതും വേറൊരു വിഷയം. എങ്ങനെയെങ്കിലും എന്നുള്ളതല്ല. ഡോളി ഗോഡ്, ഞാൻ വിശ്വസിക്കുന്നു ദൈവം എന്നെ സഹായിക്കും, ഈ പ്രശ്നത്തിന് പരിഹാരം തരാൻ മതിയായൊരു ദൈവമാണെന്ന് അങ്ങനെ വിശ്വസിക്കുന്നവരെ വിളിക്കണം, പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കുന്നതിലും അതിന് പരിഹാരം ദൈവത്തോട് പറയുന്നതിലും സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം ഓർത്തു. നമുക്ക് വീണ്ടും ദൈവസേനയിൽ ഇന്ന് ദൈവം ദൈവാലോചനയുമായിട്ടൊന്നിച്ച് ചിന്തിക്കാൻ, പ്രാർത്ഥിക്കാൻ ദൈവം സഹായിക്കട്ടെ. അതിനായി നമ്മളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. ഒരു നിമിഷം കൂടെ നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ സ്തോത്രം. ഇത്തനായ ദൈവമേ, സ്വർഗപിതാവേ, ഞങ്ങൾ വീണ്ടും നിനക്ക് സ്തോത്രം. നമുക്ക് കർത്താവെ നീ തന്നിരിക്കുന്ന ഈ വലിയ പദവിക്കായി സ്തോത്രം. സമയഭേദം കൂടാതെ എപ്പോഴും ആമേൻ ധൈര്യത്തോടെ കൃപാസനത്തെങ്കിൽ അടുത്ത് വരാൻ ദൈവം തരുന്ന ആ അനുവാദത്തിനും അനുഗ്രഹത്തിനുമായി സ്തോത്രം. എന്തിരിഞ്ഞ് നോക്കി നന്ദി പറയട്ടെ. മുന്നോട്ട് പിന്നെ നീ ഞങ്ങളെ ഈ ശുശ്രൂഷ ഇത്രത്തോളം നടത്തിയല്ലോ, നടത്തുന്നല്ലോ, നന്ദി. തുടർന്ന് നിൻ്റെ ആത്മാവ് ഞങ്ങളെ സഹായിക്കുകയും നിൻ്റെ ശക്തിയാണ് നിങ്ങൾ വ്യാപരിച്ച് നിന്നെ നാം മഹത്വപ്പെടുവാൻ സ്വർഗീയ ദൈവമേ അവിടുത്തെ വചനത്തിൻ്റെ വെളിപ്പാടുകളെ തന്ന് സഹായിക്കണം. തിരുനാമം മഹത്വപ്പെടാൻ ഈ മണിക്കൂറുകളിൽ ദൈവവചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. എല്ലാ മുഖാന്തരങ്ങളെയും വാഴ്ത്തണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ദിവസങ്ങളിലൊക്കെ നാം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി ചിന്തിക്കുന്നു, സ്വർഗം അല്ലേ. നല്ല കൂട്ടം ആ പ്രത്യാശ ജീവിക്കുമ്പോൾ സ്വർഗമുണ്ടോ എന്ന് ചിന്തിക്കുന്ന നല്ലൊരു കൂട്ടമുണ്ട്. എവിടാ സ്വർഗം എന്നൊക്കെ പറയും. എവിടാ സ്വർഗമുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു തോന്നലാന്ന് പറയുന്നവരുണ്ട്. അതിന് ഓർപ്പിക്കട്ടെ, മനുഷ്യജാതിയുടെ പ്രത്യാശയാ സ്വർഗം. മരണം കൊണ്ട് അവസാനിക്കുകയാണെങ്കിൽ ഇത്രയൊന്നും കഷ്ടപ്പാട് എപ്പിക്യൂരിയൻസ് പറയുന്ന പോലെ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ചാവുമ്പോൾ ചാത്തോട്ട്. അങ്ങനല്ല. അതറിയാവുന്നവർക്കറിയാം. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവമേ, സ്വർഗം എവിടാ? അതിൻ്റെ ഉറവിടം എവിടാ? അതെങ്ങനെ ഇരിക്കും? അവിടെ ആരൊക്കെ ഉണ്ട്? അവിടെ ഇരിക്കുന്ന അവിടെ ഉള്ളവരൊക്കെ എന്തോ ധരിക്കുന്നത്? അവിടെ ചെന്നെത്താൻ എന്നാ വഴി? ഇതൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഇതെല്ലാം ഒരു ചിന്താ വിഷയമാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ചിലർ പറയുന്നത് വെറും ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, മനസ്സിൻ്റെ ഒരു ചിന്തയെന്നേ ഉള്ളൂ, ഒരു ഭാവമെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ വേറൊരു കണ്ടീഷൻ, ഒരവസ്ഥ എന്നൊക്കെ പറയുന്നത്. അങ്ങനല്ല. ഇത് സ്റ്റേറ്റും കണ്ടീഷനും ഒന്നും അല്ല. ദിസ് ഈസ് എ റിയാലിറ്റി. കേട്ടോ, ഇത് സത്യമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മുടെ ഭവനം നമ്മൾ പറയുമ്പോൾ അത് തോന്നലാണ്, ഒരു സ്റ്റേറ്റാണ്, ഒരവസ്ഥയാണ്. അല്ല, നമ്മുടെ വീടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ സ്വർഗം അതൊരു വലിയ സത്യമാണ്. സ്തോത്രം. ഹെവൻ ഈസ് എ പ്ലേസ്. സ്വർഗം എന്ന് പറയുന്നൊരു സ്ഥലമാണ്. ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ പിന്നെയും നിങ്ങളെ എൻ്റെ അടുത്ത് ചേർത്തുകൊള്ളു. സ്ഥലം ഒരുക്കാൻ പോയല്ലേ? എവിടെ? അതൊരു തോന്നലാന്നും അല്ലല്ലോ. കർത്താവ് ഇരിക്കുന്ന സ്ഥലം, ഇരിക്കുന്ന ഇടം സ്വർഗം, അതൊരു സ്ഥലമാണ് കേട്ടോ. അത് ഓർമ്മയിരിക്കട്ടെ ദൈവത്തിന്. അപ്പം ഇതിൻ്റെ ഒറിജിൻ എന്നാ? സോഴ്സ് ഓഫ് ഒറിജിൻ ഹെവൻ. എന്താ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ സ്വർഗത്തെക്കുറിച്ച് നേരത്തെ ചിന്തിച്ചു. സ്വർഗത്തെക്കുറിച്ച് നമുക്ക് ആധികാരികമായി അറിവ് തരുന്ന
ഏക സോഴ്സ് വിശുദ്ധ ബൈബിളാണ്. അതിൽ നിന്ന് നമുക്കതേക്കുറിച്ച് അറിവ് കിട്ടുന്ന കേട്ടോ. ഞാൻ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഓർപ്പിച്ചിരുന്നു, സ്വർഗം തൻ്റെ സിംഹാസനവും ഭൂമി തൻ്റെ പാദപീഠവുമായിരിക്കുന്ന വലിയവനായ ദൈവം അല്ലേ. അതിനെക്കുറിച്ച് നമുക്ക് അറിവ് തരുന്നത് ബൈബിളാണ്. ദൈവത്തിന് സ്തോത്രം. ആത്മീയ ദർശനം നഷ്ടപ്പെടാത്ത ഏതൊരാളിനും അത് വിശ്വസിക്കും. സ്വർഗം ഈ സ്വർഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, അതപ്പോൾ യഥാർത്ഥമായ സ്ഥലമാണെന്ന് നമ്മൾ ഉറയ്ക്കണം. അതിനുവേണ്ടിയുള്ള ഒരു പഠനമാണ് ഇന്ന് നടക്കുന്നത്. നമുക്ക് വിശുദ്ധ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഒരു ഭക്തനായ മനുഷ്യനെക്കുറിച്ച് രേഖപ്പെടുത്തി ഹാനോക്ക് എന്നാണ്. അതിൻ്റെ പരമ്പര വംശാവലിയൊക്കെ എടുത്ത് പറയാൻ സമയമില്ല. എന്നാൽ 5:24 വരുമ്പോൾ ഹാനോക്ക് ദൈവത്തോടു കൂടെ, 21 തൊട്ട് 24 വരെ വായിക്കും, ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കർത്താവിൻ്റെ വാസസ്ഥലത്തേക്ക് സ്വർഗത്തിലേക്ക് പോയി. കാണാതായി എന്നാ കേട്ടോ. എങ്ങോട്ടാ പോയത്? കർത്താവിനോട് കൂടെ നടന്നവനെ കണ്ടില്ലേ? എങ്ങോട്ടാ പോയത്? കുറ്റിക്കാട്ടിൽ ഓടിച്ചോ? വനത്തിൽ പോയോ? അന്തരത്തിൽ പോയോ? കർത്താവിനോട് കൂടെ നടന്നവൻ കർത്താവിനോട് കൂടെ സ്വർഗത്തിൽ. വിശ്വസിക്കുമ്പോൾ തീർന്നില്ല. ഏലിയാവ് ഭൂമിയിൽ തൻ്റെ വേല തികച്ചു അല്ലേ. എന്തുവായിരുന്നു ദൈവത്തിൻ്റെ കാര്യപരിപാടി? രാജാക്കന്മാരുടെ പുസ്തകം 2 രാജ 2:10 മുതൽ 11 വരെ അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്, വായിക്കണം. വേല തികച്ചപ്പോൾ എന്ത് ചെയ്തു? ദൈവം സ്വർഗത്തിൽ നിന്ന് അഗ്നി അശ്വങ്ങളെ അയച്ചു, തിരഥങ്ങൾ. അത് നമ്മൾ സ്വർഗത്തേക്ക് എടുക്കപ്പെട്ടു. ആ വാക്യത്തിലുണ്ട്. സ്വർഗം ഈസ് എ പ്ലേസ്, ഒരു സ്ഥലം. നമുക്കറിയാം, മറുരൂപമലയിൽ കർത്താവിനോടുകൂടെ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ഒക്കെ ഒന്നിച്ചു കൊണ്ടുപോയി. അവിടെ തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ കീഴിൽ രൂപാന്തരപ്പെട്ട കർത്താവിനെയും പിന്നെ ആരെ കണ്ടു? മോശെ ഏലിയാവിനെയും കണ്ടു എന്ന് നമ്മൾ വായിക്കുന്നു. അതിനുള്ള ഭാഗ്യം ലഭിച്ചു. ദീർഘനാളുകൾ ഭൂമിയിൽ ദൈവത്തിൻ്റെ വേലയിലായിരുന്നവരാണ് മോശെ ഏലിയാവ് അല്ലേ. അവിടെ എവിടെയായിരുന്നു? നല്ല പിടിയുണ്ടോ? കർത്താവിനോടുകൂടെ സ്വർഗത്തിൽ. അതുകൊണ്ടാണ് കർത്താവിനോടുകൂടെ അവർ ഇറങ്ങി വന്നത്. ദൈവത്തിന് കർത്താവ് തേജസ്കരിക്കപ്പെട്ട അന്തരീക്ഷത്തിൽ അവിടെ കാണാനിടയായത് അതുകൊണ്ടാണ് കേട്ടോ. സ്വർഗത്തിൽ നിന്ന് വന്നു. ഇത് മാത്രമല്ല, കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കാൻ നമുക്കറിയാം അല്ലേ. സ്വർഗം തുറന്നു എന്ന് വായിക്കുന്നു. അവിടുന്ന് ഒരു ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അല്ലേ. നമ്മൾ വായിക്കും. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗോഡ് ഓപ്പൺഡ് ഹെവൻ. പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ വന്നത് യേശു കർത്താവിൻ്റെ സ്നാന സമയത്ത് സ്വർഗം തുറന്നു കേട്ടോ. സ്വർഗം ഈസ് എ പ്ലേസ്, ഒരു സ്ഥലമാണ്. ആരുടെയും തോന്നലല്ല. ഉറപ്പിക്കണം മനസ്സിൽ. വളരെ സത്യമായിട്ട് ഓർമ്മിപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. തീർന്നു. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലാൻ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തു. അങ്ങോട്ട് സംഗതി കൊണ്ട് ചൂടായപ്പോൾ സ്തേഫാനോസ് എന്തോ ചെയ്തു? സ്വർഗത്തെ കണ്ണുയർത്തി, കരങ്ങളുയർത്തി പ്രാർത്ഥിച്ചു അല്ലേ. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി എന്നാണ് അപ്പോസ്തലപ്രവൃത്തി 7:55 വായിക്കണം, 50 മുതൽ വായിക്കണം. അപ്പൊ എന്ത് കണ്ടു? ദൈവപുത്രൻ യേശു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നു, ഞാൻ കാണുന്നു എന്ന് പറയുന്നു. ദൈവത്തിന്റെ സ്തോത്രം. എന്താണ്? തുറന്നിരിക്കുന്ന സ്വർഗം, അതിൽ വസിക്കുന്ന കർത്താവ്. സ്വർഗമുണ്ടോ? സ്വർഗമില്ലെന്ന് പറയുന്നവരും പ്രസംഗിക്കുന്നവരുമുണ്ട്. ദുഃഖത്തോടെ പറയട്ടെ, എത്ര കഷ്ടം. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുമ്പ് വരച്ച് കാട്ടിയിരിക്കുക, നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കതാര്? ഇങ്ങനെ പ്രസംഗിക്കുന്നവരോടുകൂടെ ചോദിക്കട്ടെ. ഐ ആം നോബഡി ബട്ട് അക്കോർഡിംഗ് ടു ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ദൈവവചനത്തിൻ്റെ ആധികാരികതയിൽ പറയട്ടെ. ദൈവവചനത്തിന് വിപരീതമായി ആരും പറയാതിരിക്കട്ടെ. അങ്ങനെ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. ഇതിനിടയിൽ പറയുക. ദൈവത്തിന് സ്തോത്രം. സ്വർഗം യഥാർത്ഥം, സത്യം. ദൈവത്തിന് സ്തോത്രം.
എന്ന് മാത്രമല്ല, വാഴ്ത്തപ്പെട്ട കർത്താവ് ക്രൂശ് മരണം വഹിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, എൻ്റെ ഹൃദയം മരണവേദനപ്പെടുന്നു എന്നൊക്കെ കർത്താവ് പറഞ്ഞത്. രക്തം വീർപ്പുള്ളിയായി പോയ സമയമൊക്കെ ഉണ്ട്. അപ്പം കർത്താവിനറിയാം താനെ മാറ്റപ്പെടുമ്പോൾ ഈ ശിഷ്യന്മാർ വേദനിക്കും. വലിയ കാര്യത്തിലൊക്കെ കൊണ്ടാടുന്ന അല്ലേ, പെട്ടെന്ന് മാറ്റം കൊണ്ട് കർത്താവ് അവരെ ആശ്വസിപ്പിക്കാനായിട്ടൊരു കാര്യം പറഞ്ഞു. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം എന്താ പറഞ്ഞേ? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഭവനങ്ങൾ, അനേക വാസസ്ഥലം, പിതാവിൻ്റെ ഭവനം, ഫാദേഴ്സ് ഹൗസ്, ദാറ്റ്സ് ഹെവൻ, സ്വർഗം അറിയട്ടെ. എത്ര ധൈര്യം തരുന്ന വാക്കാ. ദൈവമക്കളെ സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. എത്ര തെളിവുകളാണ് വേദപുസ്തകത്തിൽ സ്വർഗത്തെക്കുറിച്ച് തരുന്നത്. യേശു കർത്താവിൻ്റെ തിരുവവതാര സമയത്ത് ആട്ടിടയന്മാരോട് പറയാൻ ദൈവം ഒരു ദൂതനെ അയച്ചു. അല്ലേ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം എന്നൊക്കെ പറയുന്നില്ലേ. എന്നിട്ട് എന്തോ ദൂതൻ പറഞ്ഞേ? സന്തോഷിപ്പീൻ, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തോ സംഭവിച്ചെന്നറിയാം. അവിടെ വായിച്ചിരുന്നത് ലൂക്കോസ് 2:10-13 വരെ കേട്ടോ. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. സ്വർഗീയ സൈന്യം എവിടുന്ന് വന്നു? എവിടുന്നാ വന്നത്? സ്വർഗം എവിടുന്നാ വന്നേ? കേരളത്തിൽ നിന്നോ, കർണാടകയിൽ നിന്നോ, അല്ലെ മദ്രാസിൽ നിന്നോ, അല്ലെ ന്യൂയോർക്കിൽ നിന്നോ, ദുബൈയിൽ നിന്നോ എല്ലാം വന്നതാണ് സ്വർഗീയ സൈന്യം. സ്വർഗം ഈസ് റിയൽ. യഥാർത്ഥമായ ഒരു സ്ഥലമാണ് സ്വർഗം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സ്നേഹത്തോട് പറയട്ടെ, we have ample proof to say that heaven is a real place. സ്വർഗം ഒരു യഥാർത്ഥമായ സ്ഥലമാണെന്ന്, ഒരു സത്യമായ സ്ഥലമാണെന്ന് വളരെ തെളിഞ്ഞ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്താ ഈ സ്വർഗത്തിൻ്റെ പ്രത്യേകതയാണ്? ലോകത്തിൽ ഒന്നിനോടും സാമ്യപ്പെടുത്താൻ കഴിയാത്ത ഭയങ്കരമായൊരു സ്ഥലമായത്. ഒരു കൊട്ടാരത്തോട് നമുക്ക് ലോകത്തിൽ അതിനോടൊന്നും അങ്ങനെ പറയാൻ പോലും പാടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അല്ലേ. ഒന്നിനോടും അതോ ഒരു കൊട്ടാരമോ ഒരു സൗധമോ സപ്താത്ഭുതമോ ഒന്നും അതിൻ്റെ നിൽക്കത്തില്ല. ഭയങ്കരമായ മാറ്റപ്പെട്ട ഉന്നതമായൊരു സ്ഥലം. ദൈവത്തിന് സ്തോത്രം. ഒരു സാമ്യവും വെക്കാൻ കഴിയാത്തൊരു സ്ഥലം. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് ദിവസം 21-18 കഴിഞ്ഞ എപ്പിസോഡ് ഞാനൊന്ന് ഓർപ്പിക്കുകയുണ്ടായി കേട്ടോ. നീതി സ്വച്ഛ സ്ഫടിക തുല്യമായ തങ്കത്താൽ നിർമ്മിതമായ നഗരം, മുത്തുകളാൽ അലങ്കൃതമായ പട്ടണം, അല്ലേ. വാട്ട് എ വണ്ടർഫുൾ പ്ലേസ്. മനസ്സിലൊന്ന് കണ്ടേ. ഇവിടുത്തെ ഭാരവും പ്രയാസമുള്ള ചെറിയ വീട് തുടങ്ങി കൊട്ടാരത്തിൽ വസിക്കുന്നവന് അന്നേലും സ്വസ്ഥതയില്ലാതാലും വേദനിക്കുന്നൊരു കാലഘട്ടമാണ് ഇവിടെ സ്വസ്ഥതയോടെ സമാധാനത്തോടെ ദൈവിക സാന്നിധ്യത്തിൻ്റെ മറവിൽ നിത്യസൗഭാഗ്യങ്ങൾ അനുഭവിക്കുന്ന അനുഗ്രഹീതമായ അനുഭവം. ഭക്തന്മാർ പാടി എൻ പ്രിയൻ പാർപ്പിടം മനോഹരഹർമ്മ്യം മുത്തുകളാൽ നിർമ്മിതമാം 12 ഗോപുരം. പ്രത്യാശയുള്ള ദൈവജനം കഴിഞ്ഞ നാളിൽ പാടി കേട്ടോ. ഇന്നൊന്നും ആ പാട്ടൊന്നും കേൾക്കുന്നില്ല. കാരണം മനുഷ്യൻ ദേ ആർ എൻടാങ്കിൾഡ് ഇൻ മെനി അതർ തിങ്സ്. ഒത്തിരി കാര്യങ്ങൾ കുഴഞ്ഞു കിടക്കും. ആത്മീയ മണ്ഡലവും ദൈവം പ്രവർത്തിക്കട്ടെ. ഈ മേഖലകളിലൊക്കെ ഒരു ഉദ്ധാരണം ഉണ്ടാകാൻ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ യോഹന്നാന് ദൈവം വെളിപ്പാട് കാണിച്ചു കൊടുത്ത സ്ഥലമായി സ്വർഗം കേട്ടോ. അസ്മോസിലെ ഏകാന്തതയിൽ ആർക്ക് വേണ്ടിയായി സ്ഥലം? വീണ്ടെടുക്കപ്പെട്ട ദൈവങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട സ്ഥലം, അല്ലേ. ഹല്ലേലൂയ. രക്തസാക്ഷികൾക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട സ്ഥലം, ഒരുക്കപ്പെട്ട സ്ഥലം. എന്നെപ്പോലെ പാപിയായി ജീവിച്ച അനേകരെ വീണ്ടെടുത്ത അങ്ങനെയുള്ളവർക്ക് വേണ്ടി പാർക്കാൻ ഒരുക്കപ്പെട്ട സ്ഥലം. ഗോഡ്സ് വണ്ടർഫുൾ പ്ലേസ്, സ്വർഗം. സ്തോത്രം. ഹെവൻ ഈസ് എ റിയൽ പ്ലേസ്. പിന്നീട് പ്രാർത്ഥിക്കട്ടെ, സ്വർഗം ഒരു സ്ഥലമാണ്, യഥാർത്ഥമായ ഒരു സ്ഥലം. ദൈവത്തിന് സ്തോത്രം.
ദ വൺ ഹു മേക്സ് ഹെവൻ സോ റിച്ച്. ഈ സ്വർഗത്തെ സമ്പുഷ്ടമാക്കുന്ന എന്താ? നമുക്കറിയാം, നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവം അനുവദിച്ചാൽ അബ്രഹാം മുതലുള്ള വിശുദ്ധന്മാർ, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, ദാവീദ്, മോശ, ഏലിയാവ്, പൗലോസ്, പത്രോസ്, ഇവരെയൊക്കെ കാണാം. പക്ഷെ ഇവരിലൊക്കെ ഉപരിയായിട്ട് ഞാൻ ആദ്യം കാണാൻ ആഗ്രഹിക്കുന്ന യേശുവിനെ. എന്താ കാരണം? ഈ ലോകത്തിൻ്റെ പശ്ചാത്തലങ്ങളിലോടി ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങൾ രസിച്ച് പാപത്തിൻ്റെ ആവനമുകളാളത്തിൽ രൂപത്തിൽ അകപ്പെട്ട് തകർന്ന് തരിപ്പണമായി പോകണ്ടേ? അവിടെ ദൈവസ്നേഹത്താൽ വീണ്ടെടുക്കുക, എനിക്ക് രക്ഷ നൽകി, എൻ്റെ പാപങ്ങൾ മോചിച്ച് എനിക്ക് നിത്യജീവൻ ചെന്ന കർത്താവിനെ, ഹല്ലേലൂയ, കാണാൻ ഞാൻ ആദ്യം ശ്രമിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ കാണാൻ. യേശുവിൻ്റെ സാന്നിധ്യമാണ് സ്വർഗത്തെ ധന്യമാക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ നേരിട്ട് കാണുന്ന ആ സന്ദർഭം എത്ര ആനന്ദകരമായിരിക്കും. ഏറെ നാളായി കാണുവാൻ ആശയായി കാത്തിരുന്ന എൻ്റെ പ്രിയനെ കാണുന്ന നേരം തിരുമാറുവിൽ എന്നെ അടച്ചിടുമെന്നൊക്കെ നമ്മൾ പാടാറില്ലേ? ദൈവത്തിന് സ്തോത്രം. ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആകട്ടോ. ഹല്ലേലൂയ. ഒന്ന് സന്തോഷിക്കട്ടെ. താൽക്കാലിക ഭാരങ്ങളിലും വേദനകളിലും ഒക്കെ കുടുങ്ങിയിരിക്കുന്ന ഈ വചനം കേൾക്കുന്നെങ്കിൽ നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ കഷ്ടങ്ങൾ താൽക്കാലികം. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. പൗലോസ് അതുകൊണ്ട് ആവർത്തിച്ചു. അതിനപ്പുറത്തായിട്ടുള്ള മനോഹരമായ കൂടിക്കാഴ്ച കർത്താവിനോടുകൂടി സ്വർഗത്തിൻ്റെ കവാടം തുറക്കുന്ന നല്ല നാള്. ഹല്ലേലൂയ. കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരു ഭക്തനായ മനുഷ്യനുണ്ടായിരുന്നു, ഒരു സാധു. അദ്ദേഹം ഈ ധന്യമായ നിമിഷത്തെ ദൈവാത്മാവിൽ കണ്ടു. ദൈവിക വെളിപ്പാടിൽ പാടി. എന്താ പാടി? കുഞ്ഞാടാകും എൻ്റെ പ്രിയന്റെ സിയോൻ പുരിയിൽ ചെന്നു ചേരാൻ ഭാഗ്യമുണ്ടെങ്കിൽ, കുഞ്ഞാടാകും എൻ്റെ പ്രിയന്റെ സിയോൻ പുരിയിൽ ചെന്നു ചേരാൻ ഭാഗ്യമുണ്ടെങ്കിൽ, നന്ദിയോടൻ പ്രിയൻ മുൻപിൽ പ്രേമ കണ്ണീർ ചൊരിഞ്ഞിടാൻ ഭാഗ്യമേറും മഹോത്സവ വാഴ്ചകാലം വരുന്നല്ലോ. ഭാഗ്യമേറും മഹോത്സവ വാഴ്ചകാലം വരുന്നല്ലോ. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ഹല്ലേലൂയ. എൻ്റെ ഭക്തൻ പാടിയത് ഈ പാട്ട് നമ്മുടെ ഉള്ളങ്ങൾക്ക് സന്തോഷം തരുന്നു. സ്വർഗം ചിന്തിക്കണം. ഈ ലോകത്തിൻ്റെ താൽക്കാലികമായ സുഖങ്ങളും അതിൻ്റെ പിന്നാലെ ഓടി അവസാനിച്ച് പ്രത്യാശയില്ലാത്ത അവസാനിക്കാനല്ല, നിത്യനായ ദൈവത്തിൻ്റെ കൃപയുടെ വരപ്രസാദത്തിൽ ജീവിതങ്ങൾ ധന്യമായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചിന്തിക്കാറുണ്ട്, ദൈവമേ, ഈ യഥാർത്ഥമായി സ്വർഗത്തിൻ്റെ ഒരു നല്ല ദർശനം, യഥാർത്ഥമായ ഒരു ദർശനം നമ്മുടെ ജനത്തിനൊക്കെ ലഭിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ആയ സാഹചര്യം ഏത് വിധേനയും അവൾ എത്തിപ്പെടാൻ മനുഷ്യൻ ശ്രമിക്കത്തില്ലേ? പിശാചിന്റെ താൽക്കാലിക തന്ത്രങ്ങളിൽ കുടുങ്ങി ഇവിടെ കിടന്ന് നശിക്കാതെ ഹൃദയദൃഷ്ടികൾ പ്രകാശിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. വലിയൊരു കൂട്ടം ജനത്തിന് ഈ സ്വർഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ലഭിച്ചിട്ടില്ല. ആത്മീയരാണെന്ന് പറയും, ആ മേഖലയിൽ ഒരു പക്ഷേ പള്ളിയിൽ പോവും, അല്ലെ ആരാധനാ സ്ഥലങ്ങളിൽ പോയി സഭാഗോളിൽ പോവും. പക്ഷേ കഴിഞ്ഞ കാല ഭക്തന്മാർ ജീവിച്ച മണ്ഡലങ്ങളിൽ നിന്ന് അത്ര വിദൂരമാണ്. ശാന്തമായി പരിശോധിക്കണമേ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞു, നിങ്ങൾ ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ സകല മനുഷ്യരിലും മനുഷ്യന്മാരാ. ഈ ഭൂമിയിലെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഭക്തിയുണ്ടെങ്കിൽ യു ആർ ഓഫ് ദ മോസ്റ്റ് റൈച്ചഡ് മാൻ ആകരുത്. ഇതിനപ്പുറത്തായിട്ടുള്ള നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. സ്വർഗം എത്ര മനോഹരം. രോഗമില്ലാത്ത നാട്, രോഗിയില്ലാത്ത വീട്, അല്ലേ? അവിടെ രോഗമൊന്നുമില്ല. അവിടെ ആസ്മ ഇല്ല, ക്യാൻസർ ഇല്ല, ഹൈപ്പർ ടെൻഷൻ ഇല്ല, ഡയബറ്റിക് ഇല്ല, തലവേദനയില്ല, മൈഗ്രെയിൻ ഇല്ല. ആമേൻ. മാമേൻ. സ്തോത്രം ചെയ്യട്ടെ. ദൈവത്തിന് സ്തോത്രം. അതെ, അവിടെ ഇരുട്ടില്ല, അവിടെ വെളിച്ചമാകട്ടോ. കുഞ്ഞാടതിൻ്റെ വെളിച്ചമാണ്. ഞാൻ ചോദിക്കട്ടെ, അവിടെ ചെന്നെത്തുമോ പ്രിയപ്പെട്ടവരെ? ഒരുങ്ങിക്കോണേ. ദൈവത്തിന് സ്തോത്രം. ഒരുങ്ങിക്കോണം. പിന്നീട് രക്ഷപ്പെടാമെന്ന് വിചാരിക്കും. മരണം ഏത് സമയത്തും വരാം. ഈ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്. എന്താ ഈ മരണം? എന്താണെന്നറിയാമോ?
ഡെത്ത് ഈസ് എ ക്രൂവൽ എനിമി. ക്രൂരനായ ഒരു ശത്രുവായി മരണം. മരണം ദൈവം നിശ്ചയിച്ചിട്ടുള്ളതാണെങ്കിൽ ഇതിൻ്റെ പോക്കും വരവും ഇടപാടും എങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുഞ്ഞിൽ നിന്ന് അമ്മയെ വേർപെടുത്തുന്ന, ഭാര്യയിൽ നിന്ന് ഭർത്താവിന് വേർപെടുത്തുന്ന, മാതാപിതാക്കളെ വേർപെടുത്തുന്ന, കരയുന്ന കുഞ്ഞുങ്ങളെ ഇട്ടേച്ച് പോകുന്നു. എത്ര ദുഃഖങ്ങളായ സംഭവങ്ങളാണ്. ചെറുപ്പക്കാരിയായ ഭാര്യയെ വിട്ടു പോകുന്ന ഭർത്താവിനെ വിട്ടു പോകുന്ന ഭാര്യ. ഇതൊക്കെ മരണത്തിൻ്റെ ഭയങ്കര ക്രൂരതയല്ലേ? ചിന്തിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ചിന്തിക്കാനിട വരട്ടെ. എന്ന് മാത്രമല്ല, ഇത് കുറച്ച് റൂഡ് എനിമി എന്ന് വെച്ചാൽ ഹി അപ്സെറ്റ് ദ ബെസ്റ്റ് പ്ലാൻസ് ഓഫ് അവർ ലൈഫ് വിത്തൗട്ട് എനി അപ്പോളജി. ഒരു ക്ഷമായാചനവും ഇല്ലാതെ ജീവിതത്തിൻ്റെ നല്ല പ്ലാനുകളെയൊക്കെ അപ്സെറ്റ് ചെയ്ത് കളയിക്കുന്നതാണ് ഈ മരണം. ചിന്തിച്ചിട്ടുണ്ടോ? എത്ര നല്ല പ്ലാനുകളായിട്ടിരുന്നവരൊക്കെ പെട്ടെന്ന് തീരുന്നില്ലേ? സ്തോത്രം. ചിന്തിച്ചോണം. ഒരു ഇൻവിറ്റേഷനും കൂടാതെ കയറി വരും. ചിന്തിച്ചിട്ടുണ്ടോ? ഡെത്ത് ഈസ് ആൻ ഇന്റർനാഷണൽ, അന്തർദേശീയമായി ലോകവ്യാപകമായി വ്യാപരിക്കുന്ന ഒരു ശത്രുവാണ്. ഏത് രാജ്യത്തും പോകും. ഇന്നടത്ത് പോകത്തില്ലെന്നൊന്നുമില്ല, വിസായും ഒന്നും വേണ്ട കേട്ടോ. ഏത് വീരനെയും പിടിക്കും, കൊട്ടാരം മുതൽ കുട്ടിൽ വരെ. എന്ന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഇറ്റ്സ് എൻ അൺടയറിങ്. ഒരു ക്ഷീണവുമില്ല ഈ പിശാചിന്, ഈ മരണമെന്ന ശത്രുവിന്. ക്ഷീണിക്കാതെ ഓടിക്കൊണ്ടിരിക്കാൻ വിസ്തരിക്കുന്നില്ല. അപ്പം ഇതൊന്നും യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇതേ സംഭവിക്കാവുന്നത് കൊണ്ട് ബി കെയർഫുൾ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവജനത്തിൻ്റെ പ്രത്യാശയുണ്ട്. എന്നതിനെ കർത്താവ് ഈ മരണത്തെ ജയിച്ചു. മരണമേ നിന്റെ ജയം എവിടെ? പാതാളമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് പറഞ്ഞ് ക്രൂശിൽ വെച്ച് മരണം കൊണ്ട് മരണത്തെ വെട്ടി ജയോത്സവം കൊണ്ടാടി കർത്താവിൻ്റെ കുഞ്ഞുങ്ങളായി ജീവിക്കുന്നെങ്കിൽ മരണത്തെ ഭയപ്പെടുന്ന കേട്ടോ. കാരണം നിനക്ക് നിത്യത അപ്പുറത്ത് തുറക്കുക. ചുരുക്കി പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ കവാടം തുറക്കുന്ന താക്കോലാണ് ഈ മരണം. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം അവന് ഭാരപ്പെടാനില്ല. വേറൊരു ട്രാൻസ്ഫറാണ്. ഒരു പുതിയ സ്ഥലത്തേക്കുള്ള ട്രാൻസ്ഫർ. അത് ഓർക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പോ അങ്ങനെ സംഭവിക്കുമ്പോൾ ഇറ്റ് ഈസ് എ ടൈം ഓഫ് ജോയ് ടു സീ ദ മാസ്റ്റർ. നാളുകളായി പ്രത്യാശ വെച്ചിരുന്ന ഇവിടെ കർത്താവിനെ കാണാനുള്ള മനോഹരമായ സമയമായിട്ട് മാത്രം ദൈവപൈതലിന് തീരുമ്പോൾ അനേകരെ അലറി വിളിച്ച് പ്രത്യാശയില്ലാതെ അവസാനിക്കും. അതിനിടയാകരുത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? സ്വർഗത്തിൽ പോകണം അല്ലേ? വാട്ട് ഈസ് എ പാസ്വേഡ്? സ്വർഗത്തിലേക്ക് പോകാനുള്ള പാസ്വേഡ്. ഇപ്പം പാസ്വേഡിൻ്റെ കാലം അല്ലേ? കമ്പ്യൂട്ടറും ഒക്കെ തുറക്കണം കണ്ടേ പാസ്വേഡ് വേണം. അപ്പോൾ ഫോൺ തുറക്കണേ പാസ്വേഡ് വേണം. അപ്പോൾ സ്വർഗത്തിലേക്ക് ഒരു പാസ്വേഡ് ഉണ്ട്. എന്താ പാസ്വേഡ്? ഞാൻ മുമ്പേ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞു, ആയാമത്തവേ ഞാൻ ആ വഴി കേട്ടോ. ദൈവത്തിന് സ്തോത്രം തന്നെയാ. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അപ്പോൾ തന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇങ്ങനെ പോകെങ്കിലും കർത്താവിൻ്റെ കരങ്ങളിൽ ഒരിക്കൽ ചെന്ന് കുറച്ച് പേര് ചെന്നതിൻ്റെ കാര്യം മത്തായി 7:21 വായിച്ചിട്ടുണ്ട്. അവിടെ ചെന്നപ്പം ഞാൻ നിന്റെ നാമത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു ഇതൊക്കെ പറഞ്ഞു. ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ഇങ്ങനൊരു വിഷയം കൂടെ ഉണ്ട് കേട്ടോ. ദൈവത്തെ അറിയാതെ ദൈവത്തിൻ്റെ കാര്യമാണെന്നും പറഞ്ഞ് ചെല്ലുന്നവരെ ആരെയൊന്നും എടുക്കത്തില്ല. Only those who know the power of the saving power of Jesus and be redeemed by the blood of Jesus. യേശുവിനെ രക്ഷിക്കുന്ന ആ ശക്തിയെക്കുറിച്ച് അറിവുള്ളവരും ആ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരുമേ അവിടെ പോകത്തുള്ളൂ. അതാണ് I am the way. ഉറപ്പുണ്ടോ? ഞാൻ അവിടുത്തെ നാട്ടിലെ വലിയ പുള്ളിയായിരുന്നു. ഞാൻ അതിൻ്റെ നേതാവായിരുന്നു. ഇവൻ ഒത്തിരി ദാനധർമ്മം കൂടെ. ഇതൊന്നും അവിടെ ശരിയാകത്തില്ല കേട്ടോ. നമ്മുടെ ജീവിതത്തെ കറക്റ്റ് ചെയ്യാം. ദൈവഹിതപ്രകാരം ജീവിതത്തെ കറക്റ്റ് ചെയ്തുകൊണ്ട് കർത്താവ് വെച്ച വഴികളിൽ നിൽക്കാൻ. കർത്താവ് സ്വർഗം ഒരു യഥാർത്ഥമാണല്ലോ, സ്വർഗം ഒരു സ്ഥലമാണല്ലോ. അവിടെ ചെന്നെത്തണം. നഷ്ടപ്പെടരുതേ, കൈവിടപ്പെട്ടു പോകരുതേ, തെറ്റിദ്ധരിക്കപ്പെട്ടു പോകല്ലേ, വഞ്ചിക്കപ്പെട്ടു പോകരുതേ. എല്ലാം 1000 പേര് പറഞ്ഞാലും 10,000 പേര് പറഞ്ഞാലും ഇല്ലാതാകുന്നതല്ല സ്വർഗം. സ്വർഗം ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ആ മേഖലയിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വഴികളെ പിന്തുണ. ആ വഴിയിൽ കൂടെ ഞാനാകുന്നു വഴിയെന്ന് പറഞ്ഞ കർത്താവേ, ഞാൻ നിന്നെ ചാരുന്നു, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. നിന്നിൽ ചാരുന്ന നേരത്തൻ തീരുന്നൻ വേദനകളെന്ന് ഭക്തൻ പാടി. ആ പാതാരവിന്ദങ്ങളിൽ മൊത്തം ചെയ്തുകൊണ്ട് നമുക്ക് ദൈവസന്നിധി വിനയപ്പെടാം. സ്വർഗം എന്ന യാഥാർത്ഥ്യത്തെ കണ്ടുമുട്ടാൻ ഈ ചെറിയ ആയുസ് തീരുമ്പോൾ അവിടെ കർത്താവിനോടുകൂടെ വസിക്കാൻ ഒരുക്കമുണ്ടോ? ഒരുക്കമുള്ളവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുമ്പോൾ, ഇല്ലാത്തവരൊരു നിമിഷം പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, കൈവിടപ്പെട്ടു പോകല്ലേ, നഷ്ടപ്പെട്ടു പോകല്ലേ. അമനോഹരമായ നിത്യകൂടാരത്തിൽ ഹല്ലേലൂയ അനുഗ്രഹീതമായ നാള് പ്രിയന്റെ പൊന്മുഖം കണ്ട ആനന്ദിച്ച് സ്വർഗത്തിൽ യുഗായുഗമായി വാഴാൻ എനിക്ക് ഭാഗ്യം തരണേ. അതിനെന്നെ സമർപ്പിക്കുന്നു. എത്ര പേര് പ്രാർത്ഥിക്കും?
കണ്ണുകളടയ്ക്കാം, തലകളെ വണക്കാം. നിത്യനായ ദൈവമേ, സ്വർഗപിതാവേ, വീണ്ടും ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ മിന്മാറ്റമില്ലാത്ത വിശ്വസ്തയിൽ ആശ്രയിച്ച് അടികൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിത്യനായ ദൈവത്തിൻ്റെ ആ വലിയ സ്വർഗത്തിൻ്റെ ആ വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞങ്ങൾ കേട്ടല്ലോ. ദൈവമേ, അത് ജീവിതങ്ങൾക്ക് വിടുതലായിത്തീരാൻ, അതിന് പ്രകാരം ജീവിതങ്ങളെ ക്രമപ്പെടുത്താൻ എല്ലാവരെയും സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കും. ആ പ്രത്യാശയിൽ ജീവിക്കുന്ന ആയിരം 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 ആമേൻ വ്യക്തി ജീവിതങ്ങൾക്കായി, കുടുംബങ്ങൾക്കായി സ്തോത്രം. അല്ലാത്തവരെ ദൈവമേ, ഈ രക്ഷയുടെ വഴികളിലേക്ക് ദൈവം നടത്തണം. തെറ്റിദ്ധരിക്കപ്പെടാതെ, വഞ്ചിക്കപ്പെട്ടു പോകാതെ, ചെറിയ ആയുസ് പ്രത്യാശയില്ലാതെ അവസാനിക്കാതെ ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് ജീവിതങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഇതിനപ്പുറത്തേക്കുള്ള ജീവന് വേണ്ടി ഒരുങ്ങുവാൻ എല്ലാവരെയും സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കും. തിരുകൃപയിൽ ഏൽപ്പിക്കുന്നു. തിരുനാമം മഹത്വപ്പെടണം. ഭാരങ്ങൾ, വേദനകളുള്ളവരെ, സങ്കടങ്ങളുള്ളവരെയൊക്കെ ദൈവം വിടുവിച്ച് സഹായിക്കണം. സ്വർഗം മഹത്വമെടുക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഈ വചനങ്ങൾ നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കൗൺസിലിംഗ് ആവശ്യങ്ങൾക്കുമായി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നിവയിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.